നമുക്ക് വേദയുടെ വിക്രത്തിന്റെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ മാഷ് എഴുന്നേറ്റു. ആ സമയത്ത് കമല ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. കമലയോട് പറഞ്ഞു, അതെ, നീ ഇപ്പോഴും എഴുന്നേക്കണ്ട കേട്ടോ, കുറച്ച് സമയം കൂടെ കിടന്നിട്ട് എഴുന്നേറ്റാൽ മതി, അല്ലെങ്കിലും രാത്രി നിനക്ക് ഉറക്കുമില്ലല്ലോ. എന്തൊരു കരച്ചിലായിരുന്നു, കരഞ്ഞ് കരഞ്ഞ് ഒരു പരുവായില്ലേ. അതെങ്ങനെയാ കരഞ്ഞ് അവസാനം ശ്വാസം കിട്ടാതെ പോയി. അപ്പം മാഷിന്റെ വിചാരം കമല ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ്. പിന്നീട് മാഷ് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, ഇന്നലെ നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് പോയി ജെല്ലൊക്കെ തുറന്നിടുവാണ്. നീ എന്താ പറഞ്ഞത്? നീ മരിക്കുന്നതിനെ കുറിച്ചൊക്കെയല്ലേ പറഞ്ഞത്? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ അങ്ങനെ പെട്ടെന്നൊന്നും നീ മരിക്കില്ല. കാരണം മരിക്കാൻ ഭയമുള്ളവര് കുറേ കാലം കൂടെ ജീവിച്ചിരിക്കും, അല്ലാത്തവരോ മരിക്കത്തുള്ളൂ. ഞാൻ ആദ്യം പോകത്തുള്ളൂ, നീ മരിക്കാനൊന്നും പോകുന്നില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഭാര്യ മരിച്ചിട്ട് ഭർത്താവ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തിരിച്ചാ സംഭവിക്കുന്നതിന് കുഴപ്പമില്ല, ഭാര്യമാര് തന്നെ മക്കളുമായിട്ട് ഇണങ്ങി അങ്ങോട്ട് പോയിക്കോളും. പക്ഷേങ്കിൽ ഭാര്യമാരില്ലാതെ ഭർത്താക്കന്മാർക്ക് ഇരിക്കാൻ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ഇതേ നിനക്ക് എന്തേലും സംഭവിച്ചാൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കും നീ ഓർത്തിട്ടുണ്ടോ? നമ്മൾ രണ്ടുപേരും എത്രയോ വർഷക്കാലം ഒരുമിച്ച് തനിച്ച് ജീവിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ നിന്നോടൊപ്പം ജീവിച്ചിരിക്കുന്നത്. അപ്പം നീ ഇല്ലാതെ പോയാൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. നീ അതൊന്നും ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നീ കുറച്ച് സമയം കൂടെ കിടക്കുക, അപ്പോഴേക്കും ഞാൻ പോയി കാപ്പി ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് മാഷ് അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അങ്ങനെ പോയി ബ്രഷൊക്കെ ചെയ്ത് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് നേരെ മുറിയിലേക്ക് വരുവാണ്. മുറിയിലേക്ക് വരുമ്പോൾ കമലയെ കണ്ടില്ല. കമല ഇതെവിടെ പോയി? താനങ്ങോട്ടേക്ക് പോയി ഇവിടെ കിടക്കുന്നുണ്ടാവളോ? അവിടെയൊക്കെ നോക്കുന്ന സമയത്താണ് ഒരു ഗ്ലാസ് വീഴുന്ന ശബ്ദം കേട്ടെ. പെട്ടെന്ന് മാഷ് അങ്ങോട്ട് ഓടി ചെല്ലുമ്പോഴത്തേനും തറയെ വീണ് കിടന്ന് പെടയുന്ന കമലയെ കണ്ടത്. കമലയെന്ന് പറഞ്ഞ് അലറി വിളിച്ചു. ഒടുവില്ല മാഷ് അങ്ങനെ കമലയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വിശ്വം ശ്രീജയും കൂടെ ഓടി വരുവാണ്. വന്നിട്ട് വിശ്വം ചോദിച്ചു, എന്താ അച്ഛാ, എന്താ അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. മാഷൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് മാഷ് വിശ്വത്തിനെ കെട്ടിപ്പിടിച്ച്, എടാ മോനെന്ന് പറഞ്ഞു ഒറ്റ കരച്ചിലായിരുന്നു അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് മാഷിന് ഭയങ്കര വിഷമമായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം പുറത്തു പോയി ഒരു ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അങ്ങോട്ട് വരുവാണ്. ചായ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴത്തേനും ശ്രീജ എന്നിട്ട് പറഞ്ഞു, അതെ വിശ്വട്ടാ, ഈ മരുന്ന് മേടിക്കണം എന്ന് പറഞ്ഞു. എങ്കിൽ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വരാം, നീ ഈ ചായയും കൊണ്ട് അങ്ങോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ വിശ്വം മെഡിസിൻ വാങ്ങിക്കാൻ അങ്ങോട്ട് പോയി. അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ല വിശ്വേട്ടാ, അവരെ വിളിച്ച് കാര്യങ്ങൾ പറയണ്ടേ വിനായനെയൊക്കെ? അത് വേണോ അച്ഛനോട് ചോദിച്ചിട്ട്? ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അച്ഛനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് തന്നെ എടുക്കാവുന്ന തീരുമാനമല്ലേ ഉള്ളൂ. ശരി, ഞാൻ വിളിച്ചു പറഞ്ഞോളാന്ന് പറഞ്ഞു. ആ സമയത്ത് മാഷിനെ അങ്ങോട്ടേക്ക് നേഴ്സ് വിളിക്കുന്നത്. അതെ, കമലയുടെ ബൈ സ്റ്റാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് ഓടി അങ്ങോട്ട് ചെന്നു. അങ്ങനെ മാഷ് ഒടുവിൽ അകത്തേക്ക് കയറി ചെല്ലുവാണ്. കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മാഷിന് വല്ലാത്തൊരു വിഷമം തോന്നി. ഓക്സിജനൊക്കെ ഘടിപ്പിച്ചാണ് കമലയെ കിടത്തിയിരിക്കുന്നത്. അങ്ങനെ കമലയെന്നും പറഞ്ഞിട്ട് കയ്യിലേക്ക് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മാഷിനെ ഇങ്ങനെ കണ്ണൂർന്ന് ഇങ്ങനെ നോക്കി തല തിരിച്ചൊന്ന് നോക്കുവാണ്. മാഷിന് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിനായകനും നന്ദിനിയും കൂടെ വരുവാണ്. ഒരു ഓട്ടോറിക്ഷ വന്ന് ഇറങ്ങി കഴിഞ്ഞ് വിനായകനും പെട്ടെന്ന് അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും നന്ദിനി ചോദിച്ചു, എങ്ങോട്ടാ നിങ്ങൾ ഈ പ്രാണവേദന എടുത്ത് ഓടുന്നതെന്ന് ചോദിച്ചു. എന്താ നന്ദിനി, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നല്ലേ അമ്മയെ കാണാനായിട്ടോ? പിന്നെ അമ്മയെ കാണാനായിട്ട് നിങ്ങൾ ഈ കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതി സ്നേഹം അവർക്ക് നിങ്ങളോടുണ്ടോ? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? അല്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന സമയത്ത് വിശ്വാണിനെയൊക്കെ വിളിച്ചു പറഞ്ഞല്ലോ, എന്നിട്ട് നിങ്ങളെ വിളിച്ചു പറഞ്ഞു. എടിയത് ആരെങ്കിലും ഒരാളോട് പറഞ്ഞാൽ പോരെ, എല്ലാവരും പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങളോട് അത്രയ്ക്ക് സ്നേഹമുള്ളൂ അച്ഛന്, അതുകൊണ്ടാ. ഈ ഒളിച്ചോടിപ്പോയ വേദയുടെ നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അവളെയും വിളിച്ചു പറഞ്ഞാനും നിങ്ങളുടെ അച്ഛൻ. ഒളിച്ചോടിപ്പോയ? ആരും ഒളിച്ചോടിപ്പോയത്? വേദ. എടി അനാവശ്യം പറയരുത്, അവൾ ഒളിച്ചോടിപ്പോയിട്ടൊന്നുമില്ല. പിന്നെ ഒളിച്ചോടിപ്പോയത് അവൾ എങ്ങോട്ടാ പോയത്? അത് ഒളിച്ചോടിപ്പോയത് തന്നെയാ. കണ്ടു, അവൾ കുറച്ച് കഴിയുമ്പോഴത്തേനും ഒരു കുഞ്ഞിനെയൊക്കെ ആയിട്ട് ഇങ്ങോട്ടേക്ക് വരും. അവൾ നല്ല സുഖജീവിതം നയിച്ചിട്ട്. എടി അനാവശ്യം പറയരുത്, പിന്നെ അനാവശ്യം കാണിക്കാം, പറയുന്നതിനെ കുഴപ്പമില്ലേ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ പറഞ്ഞു, എടി നിന്റെ സ്വഭാവത്തിനൊരു മാറ്റമില്ലല്ലേ? അതെ, എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ, എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയുന്നേ. അവൾ ഒളിച്ചോടി പോയത് തന്നെയാ. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, സ്വന്തം അങ്കിളിനെ കൊല്ലിച്ചിട്ട് അവൾ ഒളിച്ചോടി പോന്നു. എൻ്റെ വിനയേട്ട, അവൾ പ്രതികാരം ചെയ്യാൻ വന്നാ. കണ്ടില്ലേ, വിക്രത്തോടൊക്കെ പ്രതികാരം ചെയ്തില്ലേ, എന്നിട്ടല്ലേ പോയത്, വിക്രം അകത്തായില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ ചീത്ത പറയാണ്. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, ഒന്നും മിണ്ടാതെ വരാവോ, ഒരു ചിരി സമാധാനം തരാമോന്ന് ചോദിച്ചു. ഞാനൊന്നും പറയുന്നില്ല, ഞാൻ എന്തേലും പറഞ്ഞ അല്ലെങ്കിലും നിങ്ങൾക്ക് പണ്ടോട്ട് പിടിക്കത്തില്ലോ എന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കയറി വരുവാണ്.
പിന്നീട് അകത്തേക്ക് കയറി വന്ന് നന്ദിനി ചോദിച്ചു, അല്ല ഇതെന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ അമ്മയ്ക്ക് ഉണ്ടാകാൻ കാരണം എന്താന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല മാഷോട് മിണ്ടായിരിക്കുന്നുണ്ടപ്പത്തിനും വിനായൻ ചോദിച്ചു, അല്ല വിശ്വേട്ട ഇതെന്താ പെട്ടെന്ന് സംഭവിച്ച അമ്മയ്ക്ക് ഇങ്ങനെ ഫിക്സ് വരാൻ കാരണം? അതെങ്ങനെയാ അമ്മയ്ക്ക് ഫിക്സ് വരാൻ കാരണം ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അമ്മയ്ക്ക് ടെൻഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, നന്ദിനി ഇത് ഹോസ്പിറ്റലാണോ ഒന്ന് പതുക്കെ പറ. അതെ അച്ഛന് വെറുതെ ഇനി മനപ്രയാസം ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നന്ദിനി പറഞ്ഞു, ഞാൻ പറയാനുള്ള കാര്യം എവിടെയാണെങ്കിലും തുറന്നു പറയും. അല്ലെങ്കിലും ഞങ്ങളെ ഒരു വിലയില്ലല്ലോ, ഞങ്ങളിപ്പോൾ വേറെയാണല്ലോ താമസിക്കുന്നത്. അപ്പോഴേക്കും ശ്രീജ ഞങ്ങളും വേറെയാണല്ലോ. ഓ അതിന് ജപ്തി ചെയ്യാനായിട്ട് ബാങ്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അച്ഛൻ എന്താ ചെയ്തേ? ഒടുവിൽ അങ്ങനെ ലേലത്തിന് കിട്ടിയ തുകയെന്ന് ബാക്കി തുക കൂടുതൽ നിങ്ങൾക്കല്ലേ തന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ബിസിനസ്സൊക്കെ തുടങ്ങാൻ പറ്റിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വത്തെ നന്ദിനിയും വിശ്വത്തെ ശ്രീജയും കുറ്റപ്പെടുത്തുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിശ്വം പറഞ്ഞു, എൻ്റെ നന്ദിനി ഒന്നും മിണ്ടാതിരിക്കുക, ഇത് ഹോസ്പിറ്റലാണെന്നുള്ള ചിന്ത വേണം, അച്ഛൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്, അച്ഛനെ മനസ്സ് വേദനിപ്പിക്കില്ലെന്ന് പറഞ്ഞു. ഓ ഞാനിനി ഒന്നും പറയുന്നില്ലേ, നന്ദിനി പുറമേ ഒന്നും വെച്ചോണ്ട് ഉള്ളിലൊന്നും വെച്ചോണ്ട് പുറമേ ഒന്നും പെരുമാറാനൊന്നും പോകുന്നൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ടേക്ക് ഓടിപ്പിടിച്ച് വരണ്ടെന്ന് വിനായേട്ടൻ പറഞ്ഞതാ, ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിന് പോകാനുണ്ടെന്ന് പറഞ്ഞ. പക്ഷെ ഞാനാ പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് പോയേക്കാന്ന്. നന്ദിനി ആർക്കും കാണത്തില്ലായിരിക്കും, പക്ഷെ നന്ദിനി അങ്ങനെയൊന്നുമല്ല, ആർക്കെല്ലാം ഒരു വയ്യായിക വന്നറിഞ്ഞ് ഓടി വരുമെന്ന് പറഞ്ഞു. നന്ദിനി നേരെ പ്ലേറ്റ് എടുത്ത് തിരിച്ചു വെക്കുകയാണ്. അല്ലേ വിനയേട്ട സത്യമല്ലേ പറഞ്ഞേ? ആ ശരിയാന്ന് പറഞ്ഞു. വിനായകൻ തല കുലുക്കുകയും ചെയ്തു. അപ്പോഴേക്കും നേഴ്സ് വന്നിട്ട് ചോദിച്ചു, അല്ല ഈ കമലയുടെ ബൈസ്റ്റാൻഡർ ആരാന്ന് ചോദിച്ചു. അപ്പോഴേക്കും അയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചിട്ട് നന്ദിനി കിടന്ന് അലറി വിളിക്കുകയാണ്. അല്ല സുകുമാരൻ മാഷ് ഞാനാന്നും പറഞ്ഞ ഡോക്ടർ വിളിക്കുന്നുണ്ട്. മാഷ അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അയ്യോ അമ്മയ്ക്ക് എന്താണോ എന്തോ പറ്റിയത്, എനിക്ക് ജീവനോടെ കാണാൻ പറ്റുമോ? ജീവനോടെ കാണാമെന്നോർത്ത് ഓടി വന്നോ. അത് കേട്ട് ഞാൻ വിനായകന് ദേഷ്യമായി. വിനായകൻ പതുക്കെ ഒരു പിച്ച് കൊടുക്കുകയാണ്. മിണ്ടി പോയേക്കല്ലെന്ന് പറഞ്ഞു. വിശ്വത്തിനും ശ്രീച്ചയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായിപ്പോയി. അങ്ങനെ അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുധാകരൻ മാഷിനോട് ഡോക്ടർ പറഞ്ഞു, അതേ കണ്ടീഷൻ കുറച്ച് മോശമാണ്, ഓക്സിജൻ ലെവലൊക്കെ താന്നുപോയി, ബിപിയും താന്നുപോയി ഇരിക്കുക, എത്രയും പെട്ടെന്ന് എൻ്റെ വെന്റിലേറ്ററിലേക്ക് മാറ്റണം ഡോക്ടറെ. എനിക്ക് എൻ്റെ കമലയുടെ ജീവൻ തിരിച്ചു തന്നാൽ മാത്രം മതി, അത് ഞാൻ ഉറപ്പ് പറയാൻ പറ്റില്ല, എപ്പോഴേത് നിമിഷം വേണേലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്ന് പറഞ്ഞു. അതിന് തയ്യാറായിരുന്നോളാൻ പറഞ്ഞു. അതെ വെന്റിലേറ്ററിലേക്ക് മാറ്റാനുള്ള കൺസെൻറ്റ് ഫോമൊക്കെ സൈൻ ചെയ്ത് വാങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ മാഷ് അതൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ സമയത്ത് വേദ നല്ല ഉറക്കത്തിലായിരുന്നു. അങ്ങനെ വേദ കണ്ണ് തുറന്ന് നോക്കി കഴിയുമ്പോൾ അടുത്ത് സേതുലക്ഷ്മി അമ്മ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് വേദ ചോദിച്ചു, അമ്മയോ? അത് കേട്ടപ്പോൾ സേതുലക്ഷ്മി അമ്മ പറഞ്ഞു, അതെ ഞാൻ മോളെ ഒന്ന് നോക്കാൻ വേണ്ടി വന്ന. അല്ല രാധിക? അതെ അവൾക്ക് രാത്രി നല്ല പെയിൻ ഉണ്ടായിരുന്നു, അവളെ ലേബർ റൂമിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞു. അയ്യോ ഞാൻ അറിഞ്ഞില്ല, ഞാൻ നോക്കിയപ്പോൾ മോള് നല്ല ഉറക്കത്തിലായിരുന്നു, അതുകൊണ്ടാണ് മോളോട് പറയാതിരുന്നേ. പിന്നെ ഇത്ര സമയം അവിടെ പോയിരിക്കുമായിരുന്നു, അപ്പോഴാണ് മോളുടെ കാര്യം ഓർത്തെ മോളെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോകാമെന്ന് കരുതിയെന്ന് പറഞ്ഞു. അങ്ങനെ സേതുലക്ഷ്മി അമ്മ സംസാരിക്കുന്ന സമയത്ത് രാധിക വെച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നേ. എന്നാൽ അമ്മ ഒരു കാര്യം അങ്ങോട്ടേക്ക് പോയിക്കോ. ആ സാരമില്ല, അവിടെ പോയിരുന്നിട്ടുണ്ട് വല്ലാത്ത ടെൻഷനാന്നേ, അവനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായി പോകും, അവന് നല്ല സങ്കടമാണ്, ഈ പുറമേ കാണുന്നതൊക്കെ ഉള്ളൂ, തൊപ്പി വെച്ച് കഴിയുമ്പോൾ ആ ധൈര്യമൊക്കെ ഉള്ളൂ, ഞങ്ങളുടെ അടുത്ത് അങ്ങനെയല്ല, എനിക്ക് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ ഒരു ഇരിക്കപ്പുറതിയില്ല, ഒരു സമാധാനമില്ല. അല്ല രാധിക അനാഥാലയത്തിൽ നിന്ന് വന്ന കുട്ടിയായിരുന്നല്ലേ? അതെ മോൾക്ക് എങ്ങനെ മനസ്സിലായി? അവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടു. അതെ മോളെ ഒരു കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയായിരുന്നു, അങ്ങനെയല്ല അവളെ അനാഥാലയത്തിൽ എത്തിയത്. ഇങ്ങനൊരു ആലോചനയെക്കുറിച്ച് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നിയത് എൻ്റെ മോനെ ഓർത്ത്. അവൾ വീട്ടിലേക്ക് വന്നതിന് ശേഷം എത്ര സന്തോഷത്തോടെ ഞങ്ങൾ കഴിഞ്ഞെന്നറിയാവോ? അവൾ പ്രഗ്നൻ്റ് ആണെന്നറിഞ്ഞപ്പോൾ ഇരട്ടി സന്തോഷമായിരുന്നു. പിന്നെ കുഞ്ഞാണോ പെണ്ണോ എന്നറിയാൻ അവൾക്ക് ആകാംക്ഷ ഉണ്ടായിരുന്നു. അപ്പം തരുണ പറഞ്ഞേ കുഞ്ഞുണ്ടായതിന് ശേഷം മാത്രം അറിഞ്ഞാൽ മതിയെന്ന്. ആ മാളി വെച്ച സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളിപ്പോൾ ഇവിടെ വന്ന് കിടക്കേണ്ട വരത്തില്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴത്തേനുമാണ് സേതുലക്ഷ്മി അമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നത്. അങ്ങനെ ഫോൺ ബെല്ലടിച്ച് സംസാരിക്കണം. ആണോ? ശരി ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. മോളെ അവൾക്ക് ഇത്തിരി വയ്യാകുകയായെന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ നേരെ ലേബർ റൂമിൻ്റെ അവിടേക്ക് പോവുകയാണ്. ഇതേ സമയത്ത് ജയിൽ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് അവിടുത്തെ സ്റ്റാഫ് വരുവാണ്. വന്നിട്ട് പറഞ്ഞു, സാറേ വിക്രം സാറിനെ കാണണമെന്ന് പറയുന്നു. ശരി അയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആണ്ടു സാർ ചോദിച്ചു, എന്താ പറ്റും, എന്താ കാര്യം എന്താ? അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പറഞ്ഞു, അല്ല അത് പിന്നെ എനിക്ക് ഒരു കാര്യം അറിയാനുണ്ട് ആണ്ടു സാറേ. എന്താ കാര്യം എന്താ? എനിക്ക് എൻ്റെ അമ്മയെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയണം. അതിനെന്താ വിക്രം? അല്ല സാറൊന്ന് ചോദിച്ചിട്ടൊന്ന് പറയാവോ? എനിക്കെന്തോ വല്ലാത്തൊരു പേടി തോന്നുന്നുണ്ട്. അല്ല ഇവിടെ രജിസ്റ്റർ ചെയ്ത 2 നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് വിളിച്ചാൽ കിട്ടത്തില്ലേ? അല്ല രജിസ്റ്റർ ചെയ്തേക്കുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടണില്ല.
അച്ഛനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാ, ഏട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അതുകൊണ്ട് ആകെപ്പാടൊരു ഭയം പോലെ. ഇന്നലെ ഞാൻ അമ്മയെ സ്വപ്നവും കണ്ടു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. സാരമില്ല വിക്രം പോയിക്കോ, ഞാനത് അന്വേഷിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ വിവരം എന്താണെന്ന് വെച്ചാൽ പറയാം. വിക്രം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വിക്രത്തെ സമാധാനിപ്പിച്ചു വിട്ടു. വിക്രത്തിന് നല്ല പേടിയുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരു അവസ്ഥയായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിൽ. ആ സമയത്ത് ആകെപ്പാടെ വിഷമിച്ച് നിൽക്കുകയാണ് തരുണും സേതുലക്ഷ്മി അമ്മയും. അപ്പോഴാണ് നേഴ്സ് വന്നിട്ട് പറഞ്ഞ് ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് അവർ ചെല്ലുവാണ്. ചെല്ലുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഡോക്ടറെ? കാര്യം എന്താ? അതെ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ട സമയമെന്ന് പറഞ്ഞു. എന്ത് തീരുമാനത്തിൻ്റെ കാര്യമാണ്? ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞ്, രണ്ടുപേരിൽ ഒരാളെ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടത് കഴിഞ്ഞപ്പോഴത്തേന് സേതുലക്ഷ്മി അമ്മ തരുണും ഞെട്ടലോട് പരസ്പരം നോക്കുകയാണ്. ഡോക്ടർ എന്തൊക്കെയാണ് പറയണേ? അതെ, ആ കുട്ടിയുടെ നില വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. BP വളരെ ലോ ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. ആരെ വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോണമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും തരുൺ ഒറ്റ കരച്ചിലായിരുന്നു. ഡോക്ടറെ, കുഞ്ഞിന് വേണ്ടിയിട്ട് മാത്രം അവൾ ജീവിച്ച്, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്, പക്ഷേ എനിക്ക് എൻ്റെ ഭാര്യയെ വേണം ഡോക്ടറെ എന്ന് പറഞ്ഞുകൊണ്ട് തരുണിരുന്ന് കരയുവാണ്. ആ കരച്ചിൽ ഡോക്ടറെ വേദനയിലാഴ്ത്തി. ഡോക്ടർ പറഞ്ഞ് വിഷമിക്കാതെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ അടുത്തേക്ക് അരുണ സിസ്റ്റർ വന്നു. അങ്ങനെ വേദയുടെ പ്രഷറൊക്കെ നോക്കുന്ന സമയത്ത് പറഞ്ഞു, ആ കുട്ടിയുടെ കാര്യം കഷ്ടമാണെന്ന് പറഞ്ഞു. അല്ല എന്താ സിസ്റ്ററെ? അല്ല രാധിക എന്ന് പറയുന്നേ, അതിനാണ് BP ലോ ആയി, പിന്നെ അത് മാത്രമല്ല ഹെവി ബ്ലീഡിങ്ങും ആയിട്ടുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂന്നാണ് ഡോക്ടർ പറയണേ. അയ്യോ എന്നിട്ടിപ്പോൾ എന്തായി? ഡെലിവറിക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. സർജറി ഒന്നും ഈ സമയത്ത് പറ്റില്ല, അതിനുള്ള ആരോഗ്യസ്ഥിതിയൊന്നും ആ കുട്ടിക്കില്ല എന്ന് പറഞ്ഞു. അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ടെൻഷനായിപ്പോയി വേദയ്ക്ക്. എന്ത് ചെയ്യാനൊന്നും അറിയത്തില്ല. ആ സമയം വേദ പറഞ്ഞു, എനിക്കാണെങ്കിൽ സേതുലക്ഷ്മി അമ്മയൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ആ അമ്മയാണെങ്കിൽ സങ്കടപ്പെട്ട് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊന്ന് കാണണം. അല്ല ഇപ്പം ഈ അവസ്ഥയിൽ തന്നെ പോയി കാണണമെന്നുണ്ടോ വേദേ? എനിക്ക് കാണണം സിസ്റ്ററെ, എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല. ദേ എൻ്റെ അടുത്ത് എപ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആശ്വാസവാക്കുമായിട്ട് വരുന്ന എനിക്ക് കാണണമെന്ന് പറഞ്ഞ് വേദ എഴുന്നേക്കുവാണ്. ആ സമയത്ത് ശ്രീകാന്ത് അയച്ച ഗുണ്ടകൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരാട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു സീരിയസ് ആയിട്ടാണ് ഇതിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. TVക്കകത്ത് കാണിക്കുന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കി കഥകൾ ഞാൻ സമയം കിട്ടുന്ന പോലെ തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. അപ്പോൾ പാർട്ട് 1, 2 എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.